Good morning, students. Welcome to this class. Today we are going to study wave particle duality. So, Einstein postulate. A beam of light can be treated as a stream of particles with zero rest mass. Each photon has energy hf hc by lambda. ഒരു ലൈറ്റിൻ്റെ ബീം എന്ന് പറഞ്ഞാൽ ലൈറ്റിൻ്റെ ഒരു കിരണങ്ങൾ, അവയെ ഒരു കൂട്ടം പാർട്ടിക്കിൾസ് ആയി വിചാരിക്കാം. ഓരോ പാർട്ടിക്കിൾ അതിന് ഫോട്ടോൺസ് ഇത് വിളിക്കുക. ഈ പാർട്ടിക്കിൾസിൻ്റെ റെസ്റ്റ് മാസ് 0 ആണ്. റെസ്റ്റിലിരിക്കുമ്പോൾ 0 മാസാണ്. അതിൻ്റെ എനർജി hf ആണ്. H is a Planck's constant. ഇനി ഫ്രം സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി, ഒരു ഹൈ സ്പീഡിൽ പോകുന്ന പാർട്ടിക്കിളിനെ സംബന്ധിച്ചിടത്തോളം, ലൈറ്റിൻ്റെ സ്പീഡിനോട് അടുത്ത സ്പീഡിൽ പോകുന്ന പാർട്ടിക്കിളിനെ സംബന്ധിച്ചിടത്തോളം എനർജി mc² + pc². വെലോസിറ്റി ഡിപ്പെൻഡൻ്റ് ആണ്. മൊമെൻറ്റം പി എന്ന് പറയുന്നത് മൊമെൻറ്റമാണ്. അപ്പോൾ മൊമെൻറ്റം എന്ന് പറയുന്നത് E/c ആണ്. ഇവിടെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് വേവ് പാർട്ടിക്കിൾ ഡ്യുവാലിറ്റി ആണ്. So an electromagnetic wave of wavelength lambda and frequency f can be thought of as a stream of particles with energy E and momentum p given by. So ഒരു wave, electromagnetic wave, that is it can be light or ultraviolet light or infrared radiation. അതിനെ നമ്മൾക്ക് ഇങ്ങനെ വിചാരിക്കാം, can be thought of as a stream of particles with energy E and momentum p. എനർജി E എന്നും മൊമെൻറ്റം p ആണെന്നും വിചാരിക്കാം. ബട്ട് you see, this E is equal to hf is the energy of the photon and p is the momentum of the de Broglie wavelength, de Broglie momentum. So where lambda is the de Broglie wavelength. അപ്പോൾ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എടുക്കുകയാണെങ്കിൽ അതിന് ഒരു ഫോട്ടോണിൻ്റെ എനർജിയുടെ ഇക്വേഷനും ഒരു വേവിൻ്റെ മൊമെൻറ്റവും ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ വേവ് പാർട്ടിക്കിൾ ഡുവാലിറ്റി മീൻസ് ദ്വത്വം, രണ്ടുപേരുടെ സ്വഭാവം. ആരൊക്കെയാണ് രണ്ടുപേരും? ഒന്ന് വേവും രണ്ടാമത്തത് പാർട്ടിക്കിളും. എന്താണ് de Broglie പറയുന്നത്? The de Broglie suggested that if the waves of wavelength lambda were associated with particles of momentum p is equal to h by lambda, then it should also work the other way round. അതായത് if waves of wavelength lambda were associated with the particles of momentum p, അതായത് ഒരു വേവ് ലാംഡ വേവ് ലെങ്ത് ഉള്ള ഒരു വേവിന് പാർട്ടിക്കിൾ മൊമെൻറ്റമുള്ള ഒരു പാർട്ടിക്കിളുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ തിരിച്ചും അത് വർക്ക് ചെയ്യപ്പെടും. എങ്ങനെയാണ്? എ പാർട്ടിക്കിൾ ഓഫ് മാസ് m മൂവിങ് വിത്ത് എ വെലോസിറ്റി v ഹാസ് എ മൊമെൻറ്റം p given by p is equal to mv, that is h by lambda. സോ അങ്ങനത്തെ ഒരു പാർട്ടിക്കിൾ. അപ്പോൾ ഒരു പാർട്ടിക്കിളിന് എന്തൊക്കെയുണ്ട്? ഒരു വേവ് ലെങ്ത് കൊണ്ടുണ്ടാകുന്ന മൊമെൻറ്റം ഉണ്ട്, വേവ് ലെങ്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന മൊമെൻറ്റം ഉണ്ട്. അപ്പോൾ വേവ് ലെങ്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന മൊമെൻറ്റം ഉപയോഗിച്ച് നമ്മൾ
അതിൻ്റെ കൈനറ്റിക് എനർജി പി സ്ക്വയർ ബൈ 2m ആണെങ്കിൽ h ബൈ ലാംഡ സ്ക്വയർ, അപ്പോൾ h സ്ക്വയർ k സ്ക്വയർ ബൈ 2. ഇതാണ് ഒരു പാർട്ടിക്കിളിൻ്റെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. അപ്പോൾ ആ പാർട്ടിക്കിളിൻ്റെ കൈനറ്റിക് എനർജിയിൽ ആരുണ്ട്? വേവ് ലെങ്ത് ടേം വരുന്നുണ്ട്. അപ്പോൾ വേവ് ലെങ്ത്, കൈനറ്റിക് എനർജി ഡിപ്പെൻഡ്സ് ഓൺ ദ വേവ് ലെങ്ത്. So here you can see ഒരു ടെന്നീസ് ബോൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ മൊമെൻറ്റം എന്ന് പറയുന്നത് P is equal to h by lambda. h by lambda ഇതാണ് ഡി ബ്രോഗ്ലി, അല്ലെങ്കിൽ മൊമെൻറ്റം. ആദ്യം ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് അറിയാമെങ്കിൽ നമുക്ക് മൊമെൻറ്റം കണ്ടുപിടിക്കാം. പക്ഷേ ഈ കേസിൽ P is equal to mv ആണ്. ഇപ്പോൾ mv എന്ന് പറയുന്നത് മാസ് 60 ഗ്രാം ആണ്. അതിനെ 45 മീറ്റർ പെർ സെക്കൻഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? മൊമെൻറ്റം കിട്ടും. അതിനെ നമ്മൾ h ബൈ mv കണ്ടുപിടിച്ചാൽ യു വിൽ ഗെറ്റ് എ വേവ് ലെങ്ത് വിച്ച് ഈസ് നോട്ട് ഡിറ്റക്റ്റബിൾ, വിച്ച് ഈസ് വെരി സ്മോൾ. അതേസമയം ഒരു ഇലക്ട്രോൺ എടുക്കുകയാണെങ്കിൽ ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജി, അതൊരു ഇലക്ട്രോൺ അതിൻ്റെ കൈനറ്റിക് എനർജി പി സ്ക്വയർ ബൈ 2m, പി സ്ക്വയർ ബൈ 2m. But in this case that can be written as kinetic energy is in terms of 1 keV. So 1 keV into 1.6 into 10 raised to minus 19 into 10 raised to 3, that will be minus 16 electron volt joules. So then if I have this kinetic energy, then I will find the momentum, that is from mv, so which is equal to root of 2me. And from here I find lambda, which is h by mv. That is not a big number, but it is something which is detectable. അപ്പോൾ ഒരു വേവ്, ഇലക്ട്രോണിൻ്റെ ഡി ബ്രോഗ്ലി വേവ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു ടെന്നീസ് ബോളിൻ്റെ അത് മെഷർ ചെയ്യാൻ പറ്റില്ല, ഇറ്റ്സ് വെരി സ്മോൾ. ഓക്കെ, വാട്ട് ഈസ് വേവ് ലൈക്ക് ബിഹേവിയർ? ഒരു സാധാരണ ഒരു വേവിന് ഡിഫ്രാക്ഷൻ, ഇൻ്റർഫറൻസ് ഒക്കെ കാണപ്പെടും when the wave interacts with objects with the dimension of the same order as the wavelength. അപ്പോൾ ഒരു വേവ് അതിൻ്റെ വേവ് ലെങ്തിന് ഈക്വൽ ആയിട്ടുള്ള ഒബ്ജക്റ്റുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ അത് ഡിഫ്രാക്ഷൻ, ഇൻ്റർഫറൻസ് ഒക്കെ കാണിക്കും. ബിക്കോസ് വേവ് ലൈക്ക് പ്രോപ്പർട്ടീസ് ആർ നോട്ട് ഒബ്സർവ്ഡ് ഫോർ എവറിഡേ മൈക്രോസ്കോപ്പിക് ഒബ്ജക്ട്സ്. നമ്മൾ സാധാരണ കാണുന്ന വലിയ ഒബ്ജക്റ്റുകളുടെ വേവ് ലൈക്ക് പ്രോപ്പർട്ടീസ് നമുക്ക് കാണാൻ സാധിക്കില്ല, ബിക്കോസ് അതിന് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് വളരെ കുറവാണ്. So an example is electron diffraction. Electron can diffract, but using the crystal that we will study in the higher classes. Okay, so this we will study in the higher classes.